ഇന്ന് ചെറിയൊരു കേക്ക് വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത്. നമുക്കിന്ന് ഒരു 3.5 kg കേക്ക് കൊടുക്കാറുണ്ട്. അതിൽ 3 കിലോയുടേത് വൈറ്റ് ഫോറസ്റ്റും 1/2 കിലോയുടേത് വാനിലയുടേതുമാണ്. അപ്പോൾ വാനില സ്പഞ്ച് തന്നെയാണ് എല്ലാത്തിനും ചെയ്തെടുക്കേണ്ടത്. അതിന് വേണ്ടിയിട്ടുള്ള മുട്ടയൊക്കെ ഞാനിവിടെ റെഡിയാക്കിയിട്ടുണ്ട്. അതിനുള്ള ഷുഗറും കാര്യങ്ങളൊക്കെ ഇട്ട ശേഷം നമ്മൾ മുട്ട ഒന്ന് ബീറ്റ് ചെയ്യാനായിട്ട് സ്റ്റാൻഡ് മിക്സിലോട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മുട്ട ബീറ്റായി വരുന്ന സമയം കൊണ്ട് നമുക്ക് ആ കേക്കിന് വേണ്ടിയിട്ടുള്ള മാവൊക്കെ ഒന്ന് അരിച്ചെടുക്കാം. ഇവിടെ 3.5 കപ്പ് മൈദയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ആ 3.5 കപ്പ് മൈദയും നമുക്ക് അതിനോടൊപ്പം 3.5 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടി ചേർത്ത് നന്നായിട്ട് അരിച്ചെടുക്കാം. അപ്പോൾ ആ ഒരു മാവ് അവിടെ അരിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ അരിച്ചെടുത്ത ശേഷം നമുക്ക് ടിന്നൊക്കെ ഒന്ന് ഗ്രീസ് ചെയ്ത് ഇതിന് വേണ്ടിയിട്ടൊക്കെ റെഡിയാക്കി വയ്ക്കാം. അപ്പോൾ അതൊക്കെ റെഡിയായി വെക്കുന്ന സമയം കൊണ്ട് നമ്മുടെ മുട്ട നന്നായിട്ട് ബീറ്റായി വന്നിട്ടുണ്ട്. ഇനി അതിലോട്ട് നമുക്ക് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഒരു 3-4 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കണം. അപ്പോൾ അതും ചേർത്ത് കൊടുത്ത് ജസ്റ്റ് ഒന്ന് മിക്സായി വരുമ്പോഴത്തേക്കും അത് ഓഫ് ചെയ്ത ശേഷം നമുക്ക് ആ ഒരു ഫ്ലോർ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഫ്ലോർ മിക്സ് ചെയ്യുമ്പോഴത്തേക്കും ഒരു 3-4 സ്റ്റെപ്പായിട്ട് വേണം അതിലായിട്ട് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. കാരണം നമ്മുടെ ഇത്രയും ബൗൾ നിറഞ്ഞിരിപ്പില്ലേ, അപ്പോൾ അത് അധികം കുത്തി ഇളക്കാതെ സ്ലോലി ആയിട്ട് തന്നെ അത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാൻ ശ്രമിക്കണം. അപ്പോൾ അങ്ങനെ മിക്സ് ചെയ്തെടുത്ത ശേഷം ഞാനിപ്പോൾ ഇവിടെ ഫാസ്റ്റായിട്ടാണ് കാണിക്കുന്നത്, പക്ഷേ അതിനേക്കാളും സ്ലോ ആയിട്ടാണ് മിക്സ് ചെയ്തെടുക്കുന്നത്. നമ്മുടെ മാവ് ഒരുവിധം മിക്സായി വരുന്നത് വരെ വിസ്ക് ഉപയോഗിച്ച് ഒന്ന് മിക്സ് ചെയ്താകുമ്പോൾ കുറച്ചുകൂടി ഈസി ആയിരിക്കും മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞ ശേഷം സ്പാച്ചില കൊണ്ട് ഒരിക്കൽ കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നാൽ മാത്രമേ നമ്മൾ ഒഴിച്ചിട്ടുള്ള പാലൊക്കെ അതിനടിയിൽ തങ്ങിയിട്ടുണ്ടെങ്കിൽ അതൊന്ന് മിക്സ് ചെയ്ത് എടുക്കാൻ പറ്റുള്ളൂ. വിസ്ക് വെച്ചിട്ടാണെങ്കിൽ അത്രയ്ക്ക് അങ്ങോട്ട് പാലൊന്നും മിക്സായി വരത്തില്ല. അപ്പോൾ അതും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മളെടുത്തിട്ടുള്ള ബേക്കിംഗ് ടിന്നിലോട്ട് മാറ്റാം. ഇപ്പോൾ നമ്മുടെ ബാറ്റർ അധികം താഴ്ന്നു പോയിട്ടൊന്നുമില്ല, കറക്റ്റ് പാകത്തിന് തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. ഇനി അത് നമുക്ക് എടുത്ത് വെച്ചിട്ടുള്ള ബേക്കിംഗ് ടിന്നിലോട്ട് മാറ്റി കൊടുക്കാം. ഇതിപ്പോൾ 10 ഇഞ്ചിൻ്റെ ബേക്കിംഗ് ടിന്നാണ്, ബാക്കിയെല്ലാം 6 ഇഞ്ചിൻ്റെതാണ് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ചെയ്യാനുള്ളത് ഓരോ സ്ക്വയർ കേക്കും പിന്നെ ഒരു ടോൾ കേക്കും പിന്നെ ഒരു 1/2 kg നോർമൽ കേക്കുമാണ് ചെയ്യാനുള്ളത്. അപ്പോൾ ഇതിലിപ്പോൾ ഓവനിൽ നമുക്ക് 3 ടിന്ന് മാത്രമേ ഓവനിൽ വയ്ക്കാൻ പറ്റത്തുള്ളൂ. ബാക്കി 2 ടിന്നും സ്റ്റൗ ടോപ്പിലാണ് വെച്ച് നമ്മൾ ബേക്ക് ചെയ്തെടുക്കുന്നത്. എന്നെ അറിയുന്നവർ ചിലരൊക്കെ കേക്കിൻ്റെ ഡൗട്ടൊക്കെ ചോദിക്കുന്ന കാര്യമാണ്, ചേച്ചി ഇപ്പോൾ ഇത് സ്റ്റൗ ടോപ്പിലൊന്നും ഉപയോഗിക്കാറില്ലേ, ഓവൻ വാങ്ങിയതുകൊണ്ട് ഓവനിൽ മാത്രമായിട്ടാണ് ഉപയോഗിക്കുന്നതെന്ന്. ഞാൻ അങ്ങനെയല്ല, സ്റ്റൗ ടോപ്പിൽ ഉപയോഗിക്കും. കൂടുതലും 1-2 കേക്കൊക്കെ ആണെങ്കിൽ കൂടുതലും സ്റ്റൗ ടോപ്പിലായിരിക്കും ഞാൻ ഉപയോഗിക്കുന്നത്. ഈ 2 പാത്രങ്ങളിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ ആയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അനിയൻ്റെ മോൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആൾ വന്നു കഴിഞ്ഞാൽ ഞാൻ കേക്ക് ഉണ്ടാക്കുന്ന സമയമാണെങ്കിൽ ആ സ്ലാബിൽ തന്നെ ആളുണ്ടാവും. പിന്നെ അവിടെ നിന്ന് മാറത്തില്ല. കേക്കൊക്കെ ചെയ്ത് കഴിഞ്ഞ ശേഷം അഥവാ അവന് ബോറടിക്കുന്നുണ്ടെങ്കിൽ എണീറ്റ് പോവും. ഇല്ലെന്നുണ്ടെങ്കിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുണ്ടെങ്കിൽ തീരുന്നത് വരെ അവിടെ തന്നെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ എൻ്റെ അടുത്ത് ഓരോ ഡൗട്ടായിട്ട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അതെങ്ങനെയാണ് മമ്മി, ഇതെങ്ങനെയാണ്, ഇതെന്ത് അത് ലൂസായിട്ടല്ലേ വന്നത്, ഇതെന്താണ് ഇങ്ങനെ തിക്കായിട്ട് വരുന്നത്. അതായത് നമ്മുടെ വിപ്പിംഗ് ക്രീം ഒഴിച്ചപ്പോഴത്തേക്ക് ഒരു ബോക്സിലുള്ളത് നല്ല ലൂസായിട്ട് വരുന്നുണ്ട്, ഒന്നിലുള്ളത് കുറച്ച് കട്ടിയായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഡൗട്ട് ഞാനിങ്ങനെ ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇന്ന് ചെയ്ത കേക്കിൽ നമുക്കില്ലേ, മുമ്പ് മമ്മി അങ്ങനെ എടുക്കുമായിരുന്നല്ലോ എന്നൊക്കെ. അപ്പം ഞാൻ പറഞ്ഞു കൊടുത്തു, ഇത് നമുക്കുള്ള കേക്കല്ല, ഇത് പുറത്ത് ചെയ്യാനുള്ളത്, നമുക്കുള്ള കേക്ക് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ എടുക്കുകയുള്ളൂ. ഇങ്ങനെയൊക്കെ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഈ ഒരു സ്ക്വയർ കേക്ക് എന്ന് പറയുന്നത് അത് കുറച്ച് നല്ല വലിപ്പത്തിൽ തന്നെ ചെയ്ത് കൊടുക്കാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അത് 10 ഇഞ്ചിൻ്റെ ടിന്നിൽ ബേക്ക് ചെയ്തതിന് ശേഷം 2 ലെയറായിട്ടാണ് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ 3ാമത്തെ ലെയറിനെ വീണ്ടും കേക്ക് ബോർഡിൻ്റെ ഗ്യാപ്പ് വരുന്ന ഭാഗങ്ങളിൽ അതും കൂടി ഒന്ന് കട്ട് ചെയ്ത് വെച്ച് കുറച്ചുകൂടി എക്സ്ട്രാ ലാർജാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ആ ഒരു കേക്ക് ചെയ്യുന്നത്. അവർക്ക് 100 പീസാണ് ഈ ഒരു കേക്കിൽ നിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ നമുക്ക് ചെയ്ത് വന്നപ്പോൾ 99 പീസാണ് കിട്ടിയത്. ഒരു സൈഡിൽ നിന്ന് 10 പീസായിട്ടും ഒരു സൈഡിൽ നിന്ന് 9 പീസായിട്ടും ഒരു സൈഡിൽ നിന്ന് 11 പീസായിട്ടുമാണ് എടുത്തിട്ടുള്ളത്. അങ്ങനെ ടോട്ടൽ 99 പീസാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു പീസിൻ്റെ കാര്യം കുഴപ്പമില്ലല്ലോ. ഇതിൻ്റെ കൂടെ തന്നെ ഒരു മെയിൻ കേക്കുണ്ട്, അതിൽ അത്യാവശ്യം പീസസൊക്കെ കിട്ടും. ടോൾ കേക്കായിട്ടാണ് ചെയ്തിട്ടുള്ളത്.
പിന്നെ ഈ ഒരു കേക്കിൽ അധികമായിട്ട് ഫില്ലിങ്സ് ഒന്നും കൊടുക്കുന്നില്ല. ചെറിയ നോർമൽ രീതിയിലാണ് ഫില്ലിങ്സ് കൊടുക്കുന്നത്. അത് കട്ട് ചെയ്തെടുക്കുമ്പോഴത്തേക്കും കേക്കിൽ നിന്ന് വിട്ട് പോരാൻ പാടില്ലല്ലോ. അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെയാണ് ചെയ്യുന്നത്. പിന്നെ അതൊക്കെ ഒന്ന് കവർ ചെയ്ത് ആ ഒരു കേക്കിൻ്റെ വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ ഒരു കേക്ക് ക്രം കോട്ട് ചെയ്ത് വയ്ക്കുന്ന സമയത്തിന് ഞാൻ അതിൽ എത്ര പീസ് കിട്ടുമെന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. അതെല്ലാം ഒന്ന് മാർക്ക് ചെയ്ത് വെച്ച ശേഷമാണ് ഫ്രിഡ്ജിലോട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്കൊരു ധാരണ ഉണ്ടാവുമല്ലോ, ഇതുപോലെ കട്ട് ചെയ്യുമ്പോൾ ഇത്ര പീസ് നമുക്ക് കിട്ടും എന്നുള്ളത്. അപ്പോഴത്തേക്കും അത് കേക്കിന് വലിയ ഡാമേജ് ഒന്നും വരാതെ തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാനും പറ്റും. അപ്പോൾ ഈ ഒരു മാർക്കിംഗ് ഒക്കെ കൊടുത്ത ശേഷമാണ് ഞാൻ പിന്നെ രണ്ടാമത് ഫുള്ള് കംപ്ലീറ്റ് ഫിനിഷ് ചെയ്തെടുത്ത ശേഷം അത് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആ മാർക്കിംഗ് ഒക്കെ പോവും, എന്നാലും നമുക്കൊരു ധാരണ ഉണ്ടാവും ഈ ഒരു സൈസിലാണ് കട്ട് ചെയ്യാനുള്ളതെന്ന്. അപ്പോൾ ആ ഒരു സൈസിലങ്ങ് കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ആ ഒരു കേക്കിൻ്റെ ഫൈനൽ കോട്ട് കൊടുത്ത ശേഷം കട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. ഇത് നമുക്ക് കസ്റ്റമർ പറഞ്ഞിട്ടുള്ള കളറാണ്. ഒരു ഗ്രീനിഷ് ആയിട്ടുള്ള ബ്ലൂ കളറും പിന്നെ ഒരു ബ്ലൂ കളറും ചേർന്നിട്ടുള്ള ഒരു കോമ്പിനേഷനിലാണ് കേക്ക് രണ്ടും ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്തിട്ട് ചെറിയൊരു നോസൽ ഡിസൈനും കൂടി കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതൊന്ന് വെച്ച് നല്ലപോലെ സെറ്റായ ശേഷമാണ് അത് കട്ട് ചെയ്യുന്നത്. ഇത് 1.5 kg വരുന്ന വൈറ്റ് ഫോറസ്റ്റിൻ്റെ കേക്കാണ്. ഇതിൻ്റെ മെയിൻ കേക്കാണ് കേട്ടോ ഇത്. അപ്പോൾ ഈ ഒരു കേക്ക് ഫില്ലിംഗ് ഒക്കെ കൊടുക്കുന്ന സമയത്ത് അത് ഒരു സൈഡിലോട്ട് ഇങ്ങനെ ചെരിഞ്ഞ് വരുന്നുണ്ടായിരുന്നു. എത്ര ശ്രമിച്ചിട്ടും അതൊന്ന് നിവർത്തിയെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. 2 സ്റ്റിക്കൊക്കെ ഞാൻ അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടും അതൊന്ന് നേരെ നിൽക്കാത്തത് കൊണ്ട് തന്നെ 2 വലിയ സ്ക്രാപ്പർ ഉണ്ടല്ലോ, ആ 2 സ്ക്രാപ്പർ എടുത്തിട്ട് ഞാൻ 2 സൈഡിലായിട്ട് വെച്ച് ഒന്ന് ഫ്രീസറിൽ വെച്ചിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫ്രീസറിൽ വെച്ചൊന്ന് സെറ്റായി വന്നപ്പോൾ അത് നന്നായിട്ട് തന്നെ സ്റ്റഡിക്ക് നിൽക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ നേരത്തെ പറഞ്ഞ അതേ സെയിം കളർ തന്നെയാണ് ഈ ഒരു കേക്കിനും കൊടുക്കേണ്ടത്. 2 കളറും സെപ്പറേറ്റ് ചെയ്ത് കാണിക്കാതെ മെർജായിട്ട് കൊടുക്കണമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ആ ഒരു കേക്ക് ഫ്രിഡ്ജിലോട്ട് വെച്ചു. ഇത് നമുക്ക് ഒരു കൊടുക്കാനുണ്ടായിരുന്ന വാനില കേക്കാണ് 1/2 kg. അതിന് ഡിസൈനൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ അതിന് നമ്മൾ സ്വന്തമായിട്ടൊരു ഡിസൈൻ തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഷോർട്സൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരൊന്ന് കയറി കണ്ടു വെക്കണം കേട്ടോ. ഇതിപ്പോൾ നമുക്ക് ആ ഒരു കേക്ക് കട്ട് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് എടുത്തിട്ടുള്ളത്. ഫ്രിഡ്ജിലൊക്കെ വെച്ച് നല്ല സെറ്റായ ശേഷമാണ് ഞാൻ കട്ട് ചെയ്ത് വെക്കുന്നത്. കട്ട് ചെയ്തതിന് ശേഷമാണ് അതിൻ്റെ നോസിൽ ഡിസൈനൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ നമ്മുടെ കേക്കുകളുടെ വിശേഷം. അപ്പോൾ ഇതിൽ കാണിക്കാത്ത കുറച്ച് ഭാഗങ്ങളൊക്കെ ഞാൻ ഷോർട്സായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരാണെങ്കിൽ അതൊക്കെ ഒന്ന് കയറി കണ്ടു നോക്കണം കേട്ടോ. പിന്നെ നമ്മുടെ ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുത്. പിന്നെ ഈ ഒരു കേക്ക് കൊടുത്തപ്പോൾ അവർക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അവർ നല്ല അഭിപ്രായമാണ് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. കേക്ക് കഴിച്ചവർക്കെല്ലാം നല്ല അഭിപ്രായമായിരുന്നെന്ന് പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് കുറച്ച് ദൂരം ട്രാവൽ ചെയ്ത് പോവേണ്ട കേക്കായിരുന്നു. എന്നാൽ കൂടിയും ഒരു പ്രശ്നമില്ലാതെ തന്നെ അവിടെ കൊണ്ടെത്തിക്കാൻ പറ്റി. അപ്പോൾ ഇതാണ് നമ്മുടെ ആ ഒരു 3 കേക്കിൻ്റെയും ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുത്. കൂടെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണോ അത് നമ്മുടെ കമൻറ്റിലൂടെ അറിയിക്കാൻ മറന്നു പോകരുത് കേട്ടോ.